ഹായ് ഹലോ നമസ്കാരം പ്രേക്ഷകരെ. അങ്ങനെ ഇന്ന് 2026 ഫെബ്രുവരി 26 ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പം ഇന്ന് കഥകളിയൊക്കെയാണ്. കഥകളി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളാണ്. അതായത് നമുക്ക് അറിയാലോ, കീചകവധം, നളചരിതം, നാട്ടക്കഥ, അതായത് കാളിദാസൻ എന്ന് പറഞ്ഞൊരു മണ്ടനായിരുന്നു. ഇരിക്കുന്ന കൊമ്പ് കുറിച്ചിരുന്ന ഒരു മണ്ടനായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ ദേവി പ്രത്യക്ഷത്തോട്ട് വരം ചോദിച്ചു, അകത്താര്? അകത്ത് കാളി, പുറത്ത് ദാസ. അപ്പം നിൻ്റെ പേര് ഒരു നാക്ക് നീട്ടാൻ പറഞ്ഞു. ഒരു തുപ്പലെടുത്ത് അങ്ങനെ നാക്ക് തൊടുക അങ്ങനെ. അപ്പം അങ്ങനെ മുതൽ അവന് ലോക പറയുന്ന ഒരു സാഹിത്യകാരനൊക്കെ, ഖണ്ഡകാവ്യങ്ങളും ഒക്കെ. അപ്പം കാളിദാസൻ്റെ എഴുതിയതാണ് നളചരിത ആട്ടക്കഥയിലെ നളനെ തമ്മേ നളത വൈന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി 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 വരും പെണ്ണാളെ മിടിയാളെ മലർമിടിയാളെ. അപ്പം ഇന്ന് കഥകളിയൊക്കെയാണ്. കഥകളി കോട്ടയംകാരാണ് അവതരിപ്പിക്കുന്നത്. അവിടെ ക്ഷേത്രത്തിലെ അതിനകത്തോട് അവർ കലാകാരന്മാരൊക്കെ പ്രാക്ടീസൊക്കെ നടക്കുകയാണ്. ഇവിടെ ഹാപ്പി സംസിൻ്റെ കുറേ എത്രയും പുറപ്പെട്ട തൊഴിലാളി അധ്വാനം കോൺട്രാക്റ്റും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവർ ഈ മണികണ്ഠ രാജകുമാരൻ്റെ ഈ ഇതുണ്ടല്ലോ, ലൈറ്റ് ആൻഡ് സൗണ്ട്, അതിൻ്റെ ഡെക്കറേഷൻ, അവരുടെ ഈ ലൈറ്റിൻ്റെ ലാമിനേഷൻ ലൈറ്റൊക്കെ കയറ്റുകയാണത്. നമ്മൾ പീഠത്തിലിരിക്കുന്ന ഉച്ഛിഷ്ടനായിരിക്കുന്ന മണികണ്ഠ രാജകുമാരനാണ്. കൈലാസനാഥൻ്റെ മകനാണ്, മലയാളിയാണ് പുള്ളിക്കാരൻ. കാനനവാസനാണ്. കലിയുഗവരതനാം മണികണ്ഠ രാജകുമാരന് വന്ദനം. അല്ലയോ രാജകുമാര, നാരായണ നാരായണ, ദേവലോകത്തും വന്ന ദേവേന്ദ്രൻ സ്വാഗതം. എനിക്കൊരു അല്ലയോ രാജകുമാര, എനിക്ക് ഒരു പരാതി ബോധിപ്പിക്കാനും. അപ്പം വിത്ത് കൺട്രാക്കും ഹാപ്പി സൗണ്ട്സിലെ പാണിയറ പ്രവർത്തകരും എല്ലാവരും ഉണ്ട്. അവർ ഉഷാറായിട്ട് ജോലി ചെയ്ത് മണികണ്ഠകുമാരൻ്റെ തിരുനാൾ ഇതാണ്, ഉത്സവമാണ്. ആഘോഷമായിട്ട് സന്തോഷത്തിലും നന്മയിലും സന്തോഷത്തിലും എല്ലാം അവർ ഉഷാറായിട്ട് ഹാപ്പിയാണ്. അവർ നമ്മുടെ ഇതുണ്ടോ നോക്ക്, ആരാണിത്? ആരാണു നീ? അവർ ഉണ്ടോ, ഹാപ്പിയാണ്. അപ്പോൾ ഉഷാറായിട്ട് ജോലി ചെയ്യുക, തെന്നിയൊക്കെ വീഴരുതവർ. എത്ര വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഒക്കെയാണ്. കയറാലൊക്കെ തൂങ്ങിയൊക്കെയാണ് അവർ നിൽക്കുന്നത്, സാഹസികരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. അസതോമ സത്കമേ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതഗമയ ശുക്ലാംബരതം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തതേ. ഓം ഹരിശ്രീ ഗണപതായ നമഃ. ഓം നമോ നാരായണായ നമഃ. നമ ശിവായ. ഓം ഹ്രീം കുട്ടിക്കാത്ത സ്വാഗ. അപ്പോൾ അവർ ശിവസ്വാമിയുടെ അല്ല, അതായത് സരസ്വതി ദേവിയുടെ ലാമിനേഷൻ ഡെക്കറേഷനിലേക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുകയാണ്, അധ്വാനിക്കുന്ന. അവർ ഉഷാറോടെ അലസത മടിയൊന്നുമില്ലാതെ അവർ ഉത്സാഹിച്ച് ജോലി ചെയ്യുകയാണ്. കണ്ടറൊക്കെയാണ്. ചേട്ടാ സ്റ്റാഫ് അണിയറ പ്രവർത്തനാണ്. ചേട്ടാ ഒരു ഹായ് പറയൂ. സ്വാമി ശരണം. സ്വാമി ശരണം. അപ്പം മണികണ്ഠ രാജകുമാരൻ്റെ ഇത് എരുമേലി ധർമ്മശാസ്ത്രമാണ്. നമുക്ക് കടമൊക്കെ കാണാൻ സാധിക്കും. അവിടെ ഒരു ആനയൊക്കെ നിൽപ്പുണ്ട്. ആനയടുത്ത് പോരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഗണപതിയാണ്, ഗണേശനാണ്. ഗണപതി പപ്പ മോറിയ. ഹൊയ്യാരെ ഹൊയ് ഹൊയ്യാരെ ഹൊയ് ഹൊയ്യാരെ ഹൊയ് ഹൊയ്യാരെ ഹൊയ് അല്ല ഹാ ഹേല സാ ഉന്തുന്തും തുന്തുന്തും 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 താളെയുണ്ട്. ഹൊയ്യാരെ ഹൊയ് ഹൊയ്യാരെ ഹൊയ് ഹൊയ്യാരെ ഹൊയ് ഹൊയ്യാരെ ഹൊയ് ഹൊയ്യാരെ ഹൊയ്. ഇപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു തഥാസ്തു. സാമിയെ ശർമ്മ തത്വമസി. അതായത് ആത്മാവ് ഉണ്ട്. അധർമ്മം പ്രവർത്തിക്കരുതെന്ന് ഹിന്ദുക്കൾക്ക് മഹിരാമൻ, ക്രിസ്ത്യാനികളിൽ ലൂസിഫർ, മുസ്ലിങ്ങൾക്ക് ഒറ്റ പേരേ ഉള്ളൂ ഇബലീസ്. അപ്പോൾ അധർമ്മം പ്രവർത്തിക്കരുത്, ഹിംസയ്ക്കെതിരെ അഹിംസ കൊണ്ട് പോരാടണം, തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് പോരാടണമെന്നാണ് മഹാത്മാ പറഞ്ഞിട്ടുള്ളത്. വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും മഹാഭാരത യുദ്ധവും പിന്നെ വാൽമീകി മഹർഷിയുടെ അധ്യാത്മരാമായണവും ഭഗവത്ഗീതയും. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു എരുമേലി ധർമ്മശാസ്ത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 4ാം ദിവസമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഥകളിയൊക്കെ ഉണ്ട്. കേരളത്തിൻ്റെ തനത് കലയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.